വിഴിഞ്ഞം തുറമുഖ ഓഹരി കൈമാറ്റത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? നമ്മൾ കുറേ ദിവസമായി ചർച്ച ചെയ്യുന്നു. നമ്മൾ ആദ്യം കേട്ടതുപോലെ വിഴിഞ്ഞം തുറമുഖത്തെ കുത്തക കമ്പനിയായ MSCക്ക് തീരെഴുതി നൽകുകയാണോ ചെയ്തത്? ഇന്നത്തെ പ്രൈം സ്റ്റോറി, വിഴിഞ്ഞത്തെ വില്ലൻ യഥാർത്ഥത്തിൽ ആര്? വിഴിഞ്ഞത്തെ ഓഹരി കൈമാറ്റം സർക്കാരിനെ അറിയിക്കാതെയുള്ള രഹസ്യ നീക്കമായിരുന്നോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെയെങ്കിൽ ജൂൺ 1 എക്കണോമിക് ടൈംസും ജൂൺ 3 മാതൃഭൂമിയും ജൂൺ 5 ദേശാഭിമാനിയുമൊക്കെ ഈ ഓഹരി കൈമാറ്റം നടക്കാൻ പോകുന്നു എന്ന വാർത്ത നൽകിയത് എങ്ങനെയാണ്? ഈ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ, അതായത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് അവരുടെ ഷെയർ കൈമാറാൻ ഉള്ള ഈ നീക്കത്തിൽ ഈ സർക്കാർ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് നിങ്ങൾ ആരെങ്കിലും പറയണം. ഈ ഒരു വിഷയത്തിൻ്റെ പുറത്ത് ഒരുപാട് പരിഹസിക്കപ്പെട്ട, ആക്ഷേപിക്കപ്പെട്ട ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു ഞാനെന്ന് നിങ്ങളൊക്കെ ഓർക്കുന്നതല്ല. ദിസ് ഈസ് എ സ്റ്റാൻഡ് ഓഫ് ദ ഗവൺമെൻറ്, ദിസ് ഈസ് എ സ്റ്റാൻഡ് ഓഫ് ദ ക്യാബിനറ്റ്. ഞാൻ വളരെ ക്ലിയറായിട്ട് പറഞ്ഞു, ഈ ആരോപണം ഉന്നയിച്ചവരൊക്കെ തലയിൽ മുണ്ടിട്ട് പോയാൽ മതി. അത് രാഷ്ട്രീയ നേതാക്കളാണെങ്കിലും മാധ്യമപ്രവർത്തകരാണെങ്കിലും. വിഴിഞ്ഞം അദാനി കൺസെഷൻ എഗ്രിമെന്റ് പ്രകാരം സർക്കാരിന്റെ മുൻകൂർ അനുമതി ഇല്ലാതെ ഓഹരികൾ കൈമാറാൻ പാടില്ല എന്ന് വ്യക്തമായി തന്നെ വ്യവസ്ഥയുണ്ട്. 25%-ലധികം ഓഹരി കൈമാറണമെങ്കിൽ മുൻകൂർ അപ്രൂവലും വേണം. അനുമതി തേടി കമ്പനിയുടെ കത്ത് കിട്ടിയാലേ അത് സർക്കാരിന് പരിശോധിക്കേണ്ടതുള്ളൂ. അതുവരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടുമില്ല എന്നതാണ് ഈ വിഷയത്തിൽ പ്രതിപക്ഷം ഉയർത്തിയ എല്ലാ ആരോപണങ്ങൾക്കുമുള്ള മുഖ്യമന്ത്രിയുടെ വിശദീകരണം. 5-ാം തീയതി 2026 ദേശാഭിമാനി പത്രം, വിഴിഞ്ഞത്ത് വരും MSC ടെർമിനൽ, ഓഹരി വാങ്ങാനുള്ള ചർച്ച വേഗത്തിലാക്കി. ജൂൺ 5 ഞങ്ങളുടെ MD അവിടെ ചാർജ് എടുക്കുന്നത് ജൂൺ 11-ാം തീയതിയാണ് ആണല്ലോ. ജൂൺ 11-ാം തീയതി ഞങ്ങളുടെ MD അവിടെ. അതിനു മുമ്പ് അറിയാമായിരുന്ന ഏക പത്രം ദേശാഭിമാനിയാണ്. ഇതെങ്ങനെ വന്നു ഈ വാർത്ത? എവിടെ നിന്ന് കിട്ടി ഈ സോഴ്സ്? ദേശാഭിമാനി പത്രത്തിൽ എവിടെ നിന്നാണ് ഈ സോഴ്സ് കിട്ടിയത്? 5-ാം തീയതി MSC വരും. എന്നിട്ട് അതിൽ വേറെ വാർത്ത കൂടിയുണ്ട്. LDF സർക്കാർ സംഘടിപ്പിച്ച വിഴിഞ്ഞം കോൺക്ലേവിൽ MSC കമ്പനിയിലെ പ്രമുഖർ പങ്കെടുത്തിരുന്നു. ജൂലൈ 1-ാം തീയതിയിലത്തെ വാർത്ത. വിഴിഞ്ഞത്ത് 13,000 കോടി രൂപയുടെ നിക്ഷേപം. MSC ഗ്രൂപ്പ് 49% ഓഹരി എടുക്കും. അടുത്ത വാചകം കേട്ടോളാം. LDF സർക്കാരിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ വിജയമാണ് വിദേശ നിക്ഷേപം. ഞാൻ എന്താ മറുപടി പറയേണ്ടത്? മുഖ്യമന്ത്രിയും അദാനിയും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇതൊക്കെ എന്ന് പ്രതിപക്ഷം പറയുന്നതിനെ മുഖ്യമന്ത്രി തള്ളിക്കളയുന്നത് നമ്മളിപ്പോൾ കേട്ടതുപോലെ ജൂൺ 3 ദേശാഭിമാനിയിൽ വന്ന ഈ ലേഖനം ഉയർത്തിക്കാണിച്ചാണ്. ഇതോടൊപ്പം ഈ വിഷയം വിവാദമായി ഉയർന്ന സമയത്ത് ഇടത് സർക്കാരിന്റെ നേട്ടമായി ദേശാഭിമാനി ഉയർത്തിക്കാണിച്ചിരുന്നു. ഈ രണ്ട് നിലപാടും പത്രത്തിൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തവരുടെ മാത്രം നിലപാടായി തള്ളിക്കളയുകയാണ് മറുവശത്ത് പ്രതിപക്ഷ നേതാവും പാർട്ടി സെക്രട്ടറിയും. അത് നിങ്ങളെപ്പോലത്തെ ലേഖകന്മാർ എഴുതുന്ന കാര്യമല്ലേ? നിങ്ങളിപ്പോൾ ഒരു ലേഖനം എഴുതി, നിങ്ങളൊരു പത്രത്തിൻ്റെ ലേഖനാണെങ്കിൽ എഴുതി കൊടുത്താൽ, അവർ മറ്റു കാര്യങ്ങൾ അറിയിക്കാതെ കൊടുത്താൽ അത് പത്രത്തിൻ്റെ നയമായ അതിൻ്റെ പാർട്ടി പത്രമായാലും ഇതല്ലേ സംഭവിക്കുക. നിങ്ങൾ എഴുതി കൊടുക്കുന്ന പോലെ ഒരു ലേഖനം എഴുതി കൊടുത്തു, അതിൻ്റെ ഭാഗമായിട്ട് അങ്ങ് വന്നു എന്നുള്ളതേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. അതിനെ വലിയ കാര്യമായിട്ട് കാണുന്നില്ല. ഓഹരി കൈമാറ്റം സംബന്ധിച്ച വാർത്ത ആദ്യം പ്രസിദ്ധീകരിച്ച് ദേശാഭിമാനി പത്രമാണ് എന്ന ഒരു വ്യാജ പ്രചാരവേല. യഥാർത്ഥത്തിൽ ദേശാഭിമാനി പത്രത്തിൽ ആണ് ആദ്യം വാർത്ത വന്നത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അത് തെറ്റായ ഒരു പ്രസ്താവനയാണ്. ദേശാഭിമാനി വരാൻ പാടില്ല. അതിനെന്താ സംശയമുള്ളത്? ഞങ്ങളത് അന്നും അംഗീകരിച്ചില്ല, ഇന്നും അംഗീകരിച്ചില്ല. അതായത് ദേശാഭിമാനിയിൽ വരുന്നത് അതത് ലേഖകർ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ്, അത് പാർട്ടി നിലപാടല്ല എന്ന് നിസ്സംശയം പറയുന്നു പ്രതിപക്ഷ നേതാവും പാർട്ടി സെക്രട്ടറിയും. ജൂൺ 3 പാർട്ടി പത്രം മുൻ സർക്കാരിന്റെ, തൊട്ടു മുൻപ് കടന്നുപോയ സർക്കാരിന്റെ വലിയ നേട്ടമായി പറഞ്ഞത് ഇപ്പോഴെങ്ങനെയാണ് അഴിമതിയാകുന്നതെന്നാണ് ഇന്ന് മുഖ്യമന്ത്രി ഉയർത്തിയ പ്രധാനപ്പെട്ട ചോദ്യം. എന്നാൽ കരാർ വ്യവസ്ഥയിലല്ല തർക്കം, കൈമാറ്റത്തിന് മുൻപ് സർക്കാർ അനുമതി വാങ്ങിയോ എന്നതാണെന്ന് പറയുന്നു മുൻ മന്ത്രി P. രാജീവ്. മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴെങ്കിലും പറയുന്ന കാര്യങ്ങളുടെ ആധികാരികത ഉറപ്പുവരുത്താനുള്ള പ്രാഥമികമായ ഉത്തരവാദിത്വം ഭരണഘടനാപരമായി തന്നെയുണ്ട്. നേരത്തെ ഇരുന്ന കസേരയ്ക്കകത്തല്ല അതേ ഇരിക്കുമ്പോൾ. ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിന് ചേർന്ന പ്രതികരണമായിരുന്നില്ല
ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് നടത്തിയത്. അദ്ദേഹം നിങ്ങളെ തന്നെ വെല്ലുവിളിച്ചിട്ടുണ്ടായി. ദേശാഭിമാനി 5-ാം തീയതി വാർത്ത വിട്ടു, നിങ്ങൾക്ക് ആർക്കും കിട്ടിയില്ല. അതിന് മുൻപ് ജൂൺ 3 വന്ന മാതൃഭൂമി പത്രമാണ്. അപ്പോൾ ഈ മാതൃഭൂമി പത്രത്തിൽ അദാനി കമ്പനിയിൽ MSCക്ക് ഓഹരി പങ്കാളിത്തം പരിഗണനയിൽ, ഈ വാർത്ത ജൂൺ 3 മാതൃഭൂമി പത്രത്തിൽ വന്നിട്ടുണ്ട്. അതിന് മുൻപ് ജൂൺ 1 തന്നെ ET എക്കണോമിക് ടൈംസിന്റെ ഇൻഫ്രയിൽ ജൂൺ 1 തന്നെ ഈ വാർത്ത വളരെ വിശദമായി വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാ പത്രങ്ങളിലും നേരത്തെ വന്നു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് ആ രൂപത്തിൽ അവതരിപ്പിച്ചത് എന്തിനു വേണ്ടിയാണ്? വാസ്തവത്തിൽ പി രാജീവ് പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ കള്ളം പറയുന്നുണ്ടോ? പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളിൽ കഴമ്പുണ്ടോ? നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. 2015 കൺസെഷൻ കരാറിലെ ക്ലോസ് 5(3) പ്രകാരം അദാനി പോർട്സിന്റെ ഓഹരികളിൽ 25% മറ്റൊരാൾക്ക് കൈമാറണമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി നിർബന്ധമാണ്. ദേശീയ സുരക്ഷ, ആരോഗ്യകരമായ മത്സരം, പൊതു താൽപര്യം, നിക്ഷേപത്തിന്റെ സ്വഭാവം, തുറമുഖത്തിന്റെ ദീർഘകാല വികസനം എന്നിവ വിലയിരുത്തിയാണ് ഇതിന് സർക്കാർ അനുമതി നൽകുന്നത്. അതിനുള്ള പൂർണ്ണ അധികാരം സർക്കാരിനുണ്ട്. 2015 കരാർ പ്രകാരം നിർമ്മാണ കാലത്തും തുറമുഖം പ്രവർത്തനം ആരംഭിച്ച ആദ്യത്തെ 1 വർഷം വരെയും അദാനി പോർട്സ് കുറഞ്ഞത് 51% ഓഹരികൾ കമ്പനിയുടെ നിലനിർത്തണം. അതിനുശേഷം കുറഞ്ഞത് 26% ഓഹരി നിലനിർത്തിയാലും മതിയാകും. അതായത് ഓഹരി ഘടന വെച്ച് നോക്കുമ്പോൾ കരാറിലെ ഉടമസ്ഥാവകാശ വ്യവസ്ഥകൾക്ക് പൂർണ്ണമായും അനുസരിച്ചാണ് ഇപ്പോഴത്തെ ഓഹരി കൈമാറ്റത്തിനുള്ള ഈ നീക്കം. എങ്കിലും സർക്കാരിന്റെ അനുമതി ഉൾപ്പെടെ ആവശ്യമായ എല്ലാ നിയമപരമായ അനുമതികളും ലഭിച്ച ശേഷം മാത്രമേ ഓഹരി കൈമാറ്റം ഔദ്യോഗികമായി പൂർത്തിയാകുകയുള്ളൂ. ഇങ്ങനെ ഒരു കരാർ നിലവിൽ വരുമ്പോൾ വാസ്തവത്തിൽ 2 പ്രശ്നങ്ങളാണ് പ്രധാനമായും ഉയരുന്നത്. അതാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും. ഒന്ന്, സർക്കാരിനെ അറിയിക്കാതെയാണോ അദാനി ഗ്രൂപ്പ് ഈ ഇടപാട് നടത്തിയത്? ഇതൊരു സുതാര്യതാ പ്രശ്നമാണ്. രണ്ടാമത്തേത്, ഈ വമ്പൻ പങ്കാളിത്തം വിഴിഞ്ഞത്തെ ഒരു കമ്പനിക്ക്, ഒരു കുത്തക കമ്പനിക്ക് മാത്രമായി തീരെഴുതി കൊടുക്കുന്നതാണോ എന്ന ആശങ്ക. ആ ആശങ്കകൾ പ്രസക്തമാണ് എന്ന് പറയാതെ വയ്യ. അതായത് അത് ദൂരീകരിക്കാൻ നമുക്ക് ചില കണക്കുകൾ കൂടി പരിശോധിക്കാം. ലോകത്തെ എല്ലാ തുറമുഖങ്ങളും ചേർന്ന് പ്രതിവർഷം ഏകദേശം 90 മുതൽ 95 കോടി വരെ TEU കണ്ടെയ്നറുകളാണ് കൈകാര്യം ചെയ്യുന്നത്. MSC ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പിംഗ് കമ്പനികളിൽ ഒന്നാണെന്ന് ഓർക്കണം. വർഷത്തിൽ ഏകദേശം 20 കോടി TEU കണ്ടെയ്നർ ഗതാഗതം MSC കൈകാര്യം ചെയ്യുന്നു. അതായത് ആഗോള കണ്ടെയ്നർ കപ്പൽ ശേഷിയുടെ ഏകദേശം 21.6%. ലോകം മൊത്തം 1000 കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്നു എന്ന് കരുതിയാൽ അതിലൊരു 220 കണ്ടെയ്നറുകളുമായി ബന്ധപ്പെട്ടതാണ് MSCയുടെ ആഗോള ശൃംഖല. അപ്പോൾ നമ്മുടെ വിഴിഞ്ഞം ലക്ഷ്യമിടുന്നത് ഈ കണക്ക് വെച്ച് നോക്കിയാൽ, ഈ 1000ന്റെ കണക്ക് വെച്ച് നോക്കിയാൽ വെറും 7 കണ്ടെയ്നറുകൾ മാത്രം കൈകാര്യം ചെയ്യുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. MSCയുടെ മാത്രം കുത്തകയായി വെക്കാതെ വലിയ ആഗോള കമ്പനികളായ മേഴ്സ്ക് അടക്കമുള്ള മറ്റ് പ്രധാന ഷിപ്പിംഗ് കമ്പനികളെ കൂടി ആകർഷിച്ച് ഒരു ആഗോള ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബായി വളരാൻ വിഴിഞ്ഞത്തിന് കഴിയുമോ എന്നതാണ് ഇവിടുത്തെ യഥാർത്ഥ ചോദ്യം. വിഴിഞ്ഞത്തെ കൺസെഷൻ കരാർ മൾട്ടി ലൈൻ ഉപയോഗം നിർബന്ധമാക്കുന്നുണ്ട്. അതായത് ഒരാൾക്ക് മാത്രമല്ല, എല്ലാവർക്കും അവിടെ ഉപയോഗിക്കാൻ തക്ക വിധത്തിലുള്ള ഒരു വ്യവസ്ഥ അതിലുണ്ട്. അതിനാൽ അക്കാര്യത്തിൽ ആശങ്ക വേണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത്. നിലവിൽ MSCക്ക് പങ്കാളിത്തമുള്ള അഹമ്മദാബാദിലെ മുന്ദ്ര, തമിഴ്നാട്ടിലെ 800 തുറമുഖങ്ങളിലെ കണക്കുകൾ ഈ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്ന് കണക്കുകൾ പറയുന്നു. രണ്ടാമത്തെ ആശങ്ക സുതാര്യതയെ സംബന്ധിച്ച്, കേരളത്തിന്റെ താല്പര്യങ്ങളെ സംബന്ധിച്ച്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അദാനി പോർട്സ് സർക്കാർ അനുമതിക്കായി വരുമ്പോൾ 2015 ഒപ്പുവെച്ച പഴയ കരാറിലെ ചില വ്യവസ്ഥകൾ സംസ്ഥാന താല്പര്യങ്ങൾ മുൻനിർത്തി പുനഃപരിശോധിക്കാനുള്ള ഒരവസരം കൂടി കിട്ടുന്നുണ്ട്. അന്നത്തെ കരാർ വ്യവസ്ഥകൾ പ്രകാരം സംസ്ഥാനത്തിന് ഗണ്യമായ വരുമാനം ലഭിക്കാൻ ഏതാണ്ട് 30 വർഷത്തോളം കാത്തിരിക്കണം. എന്നാൽ വിഴിഞ്ഞം വിജയമാണെന്നും വലിയ സാധ്യതകൾ ഉണ്ടെന്നും തെളിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇപ്പോൾ കൂടുതൽ അവകാശങ്ങൾ ഉന്നയിക്കാനുള്ള ഒരു അവസരമാണിത്. സംസ്ഥാനത്തിന് കൂടുതൽ വരുമാനവും ന്യായമായ ലാഭവിഹിതവും ഉറപ്പാക്കുന്ന പുതിയ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി ഈ കരാർ പുനഃക്രമീകരിക്കാനാവുമെങ്കിൽ അതാണ് ഇപ്പോൾ സർക്കാർ ചെയ്യേണ്ടത്. ആഗോള ഷിപ്പിംഗ് നെറ്റ്വർക്കിലേക്ക് എത്തുമ്പോൾ കേരളത്തിന്റെ താല്പര്യങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയാണ് ഇത്രയും നാൾ വിഴിഞ്ഞം തങ്ങളുടെ നേട്ടമെന്ന് പറഞ്ഞ പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വം. വിവാദങ്ങൾക്കപ്പുറത്ത് വികസനത്തിനായി അങ്ങനെ ഒരു ക്രിയാത്മകമായ പ്രവർത്തനം
സർക്കാരും പ്രതിപക്ഷവും ചേർന്ന് നടത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത് ഈ നാടിന് വേണ്ടിയാണ്, കേരളത്തിന് വേണ്ടിയാണ്, നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടിയാണ്.